ശ്യാമേ, ഷവർമ കഴിക്കാൻ ചെന്നിട്ട് കൊടുത്തില്ല. ഷവർമ ഇല്ലെന്ന് പറഞ്ഞോ അതോ തീർന്നു പോയോ? 2 ഷവർമ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് നേരത്തെ ഓർഡർ ചെയ്തായിരുന്നു. ഓ, അപ്പൊ ഇദ്ദേഹത്തിന് കിട്ടിയില്ല. ചെന്നാളിന്. പരവൂരാണ് സംഭവം, കൊല്ലം നമ്മുടെ സ്വന്തം ജില്ലയാണ്. പക്ഷെ വാർത്തകൾക്ക് അങ്ങനെ ജില്ലകളൊന്നും വേർതിരിവൊന്നുമില്ല. നമ്മൾ ഏത് വാർത്തയും ചർച്ച ചെയ്യും. ഇതൊരു രസകരമായ വാർത്ത ആയതുകൊണ്ടാണ്. ഷവർമ കൊടുക്കാത്തതിന് കട തല്ലിപ്പൊളിക്കുക എന്ന് പറയുന്ന വികൃതിയുള്ള ഒരു ഷവർമ കിട്ടിയില്ല, കട തല്ലിപ്പൊളിച്ചു, കട അടിച്ചു പൊളിച്ചു, മുതലാളിയെ ഉപദ്രവിച്ച് ജീവനക്കാരെ എടുത്തിട്ട് ഇടിച്ചു. അത്രയും വലിയ വില്ലനായി ഷവർമ കഴിക്കാൻ വേണ്ടി ചെന്നത്. ഇത് നമ്മുടെ പരവൂരാണ് സംഭവിച്ചിരിക്കുന്നത്, കൊല്ലത്ത്. അവിടെ കോങ്ങാട് സ്വദേശിയായിട്ടുള്ള സഹീർ എന്ന് പറയുന്ന ഒരാളും ഇതുവരെ പിടികിട്ടാത്ത വേറൊരാളും, ഇത് രണ്ടുപേരും കൂടെ കഴിഞ്ഞ ദിവസം ഒരു സോണിയ എന്ന് പറയുന്ന സ്ത്രീ നടത്തുന്ന ഷവർമ കടയിൽ ചെന്ന്, സ്ത്രീയുടെ കടയിലാണ് ചെന്നത്. അപ്പൊ ഇവർക്ക് ഷവർമ വേണോന്ന് പറഞ്ഞു. ഷവർമ വേണോന്ന് പറഞ്ഞപ്പോ അവിടെ 2 ഷവർമ ഇരിപ്പുണ്ടായിരുന്നു, പാഴ്സൽ ചെയ്തത്. അപ്പോ ഈ സ്ത്രീ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു, കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു. അപ്പൊ ആയിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അത് ഈ സ്ത്രീ പറഞ്ഞു നേരത്തെ ഓർഡർ ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് അത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. അപ്പൊ ഇവന്മാര് ക്യാബിനകത്ത് കയറി അതെടുത്തു, ഓർഡർ ചെയ്ത് വെച്ചിരുന്ന ഷവർമ അതെടുത്തവന്മാര് തിന്നു. ഇത്രയും ഷവർമ പുതിയോ? അപ്പൊ ഈ സ്ത്രീ ചൂടായി, ഈ സോണിയ എന്ന് പറയുന്ന സ്ത്രീ ഇവന്മാരോട് ചൂടായി. അപ്പൊ ഇവന്മാർ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീയെ തെറി പറഞ്ഞു. അപ്പോ ഈ ഷവർമ മേക്കർ വന്ന് ഇത് ചോദ്യം ചെയ്തു, അവിടുത്തെ ജീവനക്കാരൻ. അപ്പൊ അവനെ എടുത്ത് ഈ ഷവർമ അരിയുന്നിടത്ത് പിടിച്ച് തല കുടിച്ചു വെച്ച് കത്തി എടുത്ത് വെച്ച് തിരിച്ചു വെച്ച് ഇടിച്ചു അവന്റെ ചെവിയിൽ. നിന്നെ ഷവർമ അരിയുന്നു. അതൊന്നും പറഞ്ഞിട്ട് ഷവായി ഫിഷിന്റെ ഗ്ലാസ് അവന്മാരെ അടിച്ചു പൊട്ടിച്ചു. പിന്നെ അവിടെ കിടന്ന മിച്ചറും ചിപ്സും പിന്നെ ബാക്കിയുള്ള പലഹാരങ്ങളെല്ലാം വാരി എറിഞ്ഞു. കുറെയൊക്കെ അവർ തിന്നു. സ്ത്രീ ഉടമയായിട്ടുള്ള സ്ത്രീയും ജീവനക്കാരും ഇറങ്ങി ഓടി. കുറച്ചു നേരം അവന്മാരവിടെ കച്ചവടം നടത്തിയത്. കൊല്ലത്തുനിന്ന് ഓരോ വാർത്തകളെ ഇതെല്ലാം കഴിഞ്ഞപ്പോ അവിടുത്തെ ഈ കടയിലെ ബഹളം കണ്ടിട്ട് പരവൂരിലെ നാട്ടുകാരെല്ലാം കൂടെ അവിടെ ഓടിക്കൂടി. അപ്പൊ ഇവന്മാര് ഷവർമയുടെ വാളും എടുത്ത് വീശി അവിടെ നിന്ന് മുങ്ങി. സഹീർ എന്നാണ് അവന്റെ പേര്, കോങ്ങാട് സ്വദേശി. വേറെ കേസുകളൊക്കെ പ്രതിയായിരിക്കും അല്ലേ? വേറെ ഇതുവരെ കേസുകൾ ഉള്ളതായിട്ട് പറയുന്നില്ല. നിലവിൽ കേസുകളൊന്നും അക്രമം കാണിക്കണമെങ്കിൽ ഏതെങ്കിലും കേസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവൻ ചെന്നൊക്കെ എല്ലാ കടയിലും ഷവർമ കിട്ടി കാണും. ഇത് രാത്രിയിലാണ് ചേർന്നത്. അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ പരവൂർ പോലീസിന് പരാതി കൊടുത്തു. അതിന്റെ കടയിലെ ദൃശ്യങ്ങളും കൊടുത്തു. അങ്ങനെ അവര് ഈ സഹീറിനെ പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പരവൂർ കോടതിയിൽ ഹാജരാക്കി. അപ്പോ പിന്നെ കോടതി വലിയ അക്രമമാണ് നടത്തിയിരിക്കുന്നത്. കടയ്ക്കുള്ളിൽ കയറി ഒരു സ്ത്രീയെ ആക്രമിക്കുക, ജീവനക്കാരനെ പിടിച്ച് പിന്നെ ഷവർമയുടെ വാള് തിരിച്ചു വെച്ച് തലക്കിടിക്കുക, പിന്നെ സാധനങ്ങളെല്ലാം വാരി എറിയുക, പിന്നെ കട്ട് തിന്നുക, ഇത്രയൊക്കെ ചെയ്ത് അകപ്പെടെ വിഷയമായതുകൊണ്ട് കോടതി റിമാൻഡ് ചെയ്തു സഹീറിനെ. പക്ഷെ മറ്റവനെ ഇതുവരെ കിട്ടിയിട്ടില്ല. അവൻ ആരാണെന്ന് ഇതുവരെ സഹീർ പറയുന്നില്ല. വഴി വെച്ച് പരിചയപ്പെട്ടാണെന്ന്. വഴി വെച്ച് പരിചയപ്പെട്ട പേരറിയത്തില്ല എന്നാണ് ഇവൻ പറയുന്നത്. ചിലപ്പോ ആയിരിക്കും വഴി വെച്ച് പരിചയപ്പെട്ട ഷവർമ കഴിക്കാൻ. വഴി വെച്ച് പരിചയപ്പെടുന്നവർക്കൊക്കെ ഷവർമ മേടിച്ചു കൊടുക്കാൻ ഇവരാരാ? ബാർബേഡ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് സംഗതി അവിടെ സർവത്ര കുഴപ്പമുണ്ടാക്കി. നമ്മളത് ചിരിച്ചാലും ഒരു സ്ത്രീ ഒരു സംരംഭമല്ലേ, ഒരു സംരംഭത്തിൽ കയറി ഇത്രയും അക്രമം കാട്ടിക്കൂട്ടുക. ഇനിയിപ്പോ ഇവന്റെ കയ്യിൽ നിന്ന് ഫൈൻ മേടിച്ച് ആ സ്ത്രീക്ക് കൊടുക്കണമെങ്കിൽ തന്നെ കാലങ്ങളെടുക്കും. ഇവന്റെ കയ്യിൽ നിന്ന് ഒരു പിഴത്തുക ഈടാക്കി ആ സ്ത്രീക്ക് കിട്ടണമെങ്കിൽ, അവർക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സ്ത്രീ നടത്തുന്ന സ്ഥാപനമല്ലേ, അവർ പരിഗണന കൊടുക്കണമല്ലോ. നമ്മളെ കയ്യിൽ എത്ര എന്താ പറയാ
പിന്നെ കുരുത്തക്കേടുകൾ ഉണ്ടെങ്കിലും ഒരു സ്ത്രീ നടത്തുന്ന സ്ഥാപനത്തിൽ പോയി അക്രമം ഉണ്ടാക്കുക, അവരിക്കുന്ന സാധനങ്ങളൊക്കെ പറക്കി എറിയുക, അവരെ ആക്രമിക്കുക, തെറി പറയുക, അതൊക്കെ ഒരു വലിയ മോശം പ്രവൃത്തിയാണ്. ഈ കൊല്ലത്തുനിന്ന് വരുന്ന വാർത്തകൾക്കെല്ലാം പ്രശ്നമാണ് മിക്കതിനും. ചുമ്മാതല്ല ഇത് ആൾക്കാർ വെറുതെ പറയുന്നൊന്നുമല്ല കേട്ടോ. വാർത്തകളൊക്കെ ഇത് 2 കൊല്ലം മുമ്പ് ഞാൻ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പോ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിത്തോട്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ പള്ളിത്തോട്ടത്തിൽ നിന്ന് ഒരു 3 സ്ത്രീകളും 2 പുരുഷന്മാരും കൂടെ ഈ കൊല്ലം ബീച്ചില് പിന്നെ വന്നു, ഇത് കാണാൻ വേണ്ടി വന്നു. അതായത് കോവിഡിന്റെ സമയം. അപ്പോ ഇവരെല്ലാവരും കൂടെ പിന്നെ വന്നിട്ട് അവിടെ ഒരു കപ്പലണ്ടിക്കാരൻ്റെ കയ്യിൽ നിന്ന് കപ്പലണ്ടി മേടിച്ച് തിന്നിട്ട് പറഞ്ഞു ഇതിന് എരിയില്ലെന്നും പറഞ്ഞ് തിരിച്ചു കൊടുത്തു. അങ്ങനെ തിരിച്ചു കൊടുത്തപ്പോ കപ്പലണ്ടിക്കാരൻ പറഞ്ഞു പറ്റില്ല, കോവിഡ് സമയമാണ്, എനിക്കിത് തിരിച്ചു വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ നീ മേടിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് കപ്പലണ്ടിക്കാരനുമായിട്ട് ബഹളമായി. അപ്പൊ ഇവിടെ അത് ചോദിക്കാൻ കുറെ പേര് വന്നു. കുറച്ചുപേര് കപ്പലണ്ടിക്കാരന്റെ കൂടെയും കൂടി, കുറച്ചുപേര് ഈ എരിവില്ലാത്ത സൈഡിലും കൂടി. പിന്നെ അവിടെ കൂട്ടി അടി നടന്നു പോയി. ഭയങ്കര അടിയായിരുന്നു. റോഡൊക്കെ ബ്ലോക്കായി പോയി. പോയിരുന്നേ അവിടെ. പിന്നെ കപ്പലണ്ടി അടി, അങ്ങനെയാണ് ആ വ്യാപകമായിട്ടുള്ള അടി നടന്നത്. അത് ഇങ്ങേയറ്റം അങ്ങേയറ്റം അടി നടന്നേ. കുറെ പേര് കാര്യം പോലും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചത്. കുറെ പേര് പിന്നെ വെറുതെ നിന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അന്നേരം അപ്പുറം ഇപ്പുറം കുറച്ചു നേരം കടലിൽ തിര നോക്കിക്കൊണ്ട് നിന്നവരൊക്കെ തിരിഞ്ഞു നോക്കി ഇടി തുടങ്ങി അപ്പുറം നിന്നോനെ. ഒരു കാര്യമില്ല. അങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ അടി നടന്നു. അങ്ങനെ ഇവരെ അവിടെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കുറെ പേർക്ക് പരിക്കേറ്റു. അങ്ങനെ കുറെ പേർക്ക് പരിക്കേറ്റപ്പോൾ അവരെ ജില്ലാ ആശുപത്രിയിൽ കുറെ പേരെ കൊണ്ടുപോയി. കുറെ പേരെ ഈ പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി, കുറെ പേരെ ഈ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും കൊണ്ടുപോയി. കൊണ്ടുചെന്ന് അവിടെ എത്തിയപ്പോഴത്തേക്ക് ഉമ്മാരെല്ലാം മച്ചാനും ബഹളം. എല്ലാം ബന്ധുക്കളാ? അല്ല, ഇവർക്ക് ആർക്കും പരാതിയില്ല. ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ലെന്ന്. പോലീസ് ആകെ കുഴങ്ങുന്നേ. പോലീസ് വലിയ വാനൊക്കെ പിടിച്ചുകൊണ്ട് എല്ലാത്തിനെയും കൊണ്ടുപോയത്. അവരുടെ വലിയ പോലീസിന്റെ വാനൊക്കെ എടുത്തുകൊണ്ട് ജീപ്പൊക്കെ എടുത്തുകൊണ്ട് ഇതിനെല്ലാം തല്ലിക്കയറ്റി അവിടെ കൊണ്ടു ചെന്നപ്പം ഇവരെല്ലാവരും കൈകൊടുത്ത് പിരിയുന്നു. ഞങ്ങൾക്ക് ഇനി ഒരു കേസും ഇല്ല, പരാതിയില്ല. പോലീസ് പറഞ്ഞു പറ്റത്തില്ല, പൊതുസ്ഥലത്ത് അടിയുണ്ടാക്കിയതാണ്, റോഡ് ബ്ലോക്കായി, സ്വമേധയാ കേസെടുക്കാം. പോലീസ് അങ്ങനെ സ്വമേധയാ കേസെടുത്തു. സ്വമേധയാ കേസെടുത്ത് അതിപ്പോഴും കൊല്ലം പിന്നെ ഇതിൽ കിടക്കുക. എനിക്ക് ഒന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിലാണെന്ന് തോന്നുന്നു. ആ കേസ് അവിടെ കിടപ്പുണ്ട് ഇപ്പോഴും. അവർക്ക് ജാമ്യം കിട്ടി, സ്റ്റേഷൻ ജാമ്യം കിട്ടി. പക്ഷെ കോടതിയിൽ ഇപ്പൊ ആ കേസ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുറെ വാർത്തകൾ അവിടെ ഇരുന്നിട്ട് വേറെ തരമുണ്ടല്ലോ. വേറെ കാര്യമുണ്ട്, പല ജില്ലകളിൽ നിന്ന് പല ജില്ലകളിലും ഉണ്ട്. കൊല്ലത്തിനൊരു പേരായിപ്പോയി. അത് അതിന്റെ കൂടെ ഇങ്ങനെയുള്ള നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പിന്നെ ലേസിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അതെ, അപ്പൊ ഇങ്ങനെയൊക്കെ അടി കണ്ടിട്ടുണ്ടോ? അത് അടി ചെറുക്കനെ എടുക്കുന്നത് 19 വയസ്സുള്ള കുട്ടിക്ക്. അവനെ എടുത്തിട്ടുള്ള ഇടി എന്നൊക്കെ പറഞ്ഞ 3-4 പേര് വട്ടം നിന്നിട്ട് അവൻ ഒന്നും പറഞ്ഞില്ല. അവന്റെ കയ്യിൽ ഒരു കവർ ലേസേ ഉള്ളെന്ന് പറഞ്ഞു. ഈ ലേസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മൊത്തം കാറ്റാ. കാറ്റാ. അത് അവൻ കൊടുത്തില്ല. അവനെ എടുത്തിട്ട് ഇടിച്ചിട്ട് എന്തെന്നറിയാമോ, തെങ്ങിനകത്തോട്ട് ചവിട്ടിയിട്ട് അവന്റെ മുകളിലോട്ട് ചാടുന്നു. ഒരു മഞ്ഞ ഷർട്ടൊക്കെ ഇട്ടിട്ട്. ഇപ്പോഴും വിഷ്വൽ കിടപ്പുണ്ട് യൂട്യൂബില്. ക്രൂരമായിട്ടുള്ള അടി. അങ്ങനൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നാടിനെയാണ് അത് ബാധിക്കുന്നത് എന്നുള്ള ചിന്ത. ചില വാർത്തകൾ ഭയങ്കര ഇതായിട്ടുള്ള വാർത്തകൾ വരാറുണ്ട്. ഈ ചിതറയിലാണെന്ന് എന്റെ ഓർമ്മ. ചിതറയില് അവിടെ ഒരു ക്ഷീര കർഷകൻ സലാവുദ്ദീൻ എന്നാണ് പുള്ളിയുടെ പേര്. ഇദ്ദേഹത്തിന്റെ പശു ചത്തുപോയി. പശു ചത്ത കാരണം ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അപ്പൊ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് അത് കിട്ടി, പൈസ കിട്ടി. രണ്ടാമത് ഒരു പശുവിനെ മേടിച്ചു. അപ്പൊ ഈ പശു അസ്വസ്ഥത കാണിച്ചു തുടങ്ങി. അതിൽ ഈ പശുവിനെ ഇദ്ദേഹം കൊണ്ടുപോയി വിറ്റു. പിന്നെ മൂന്നാമതൊരു പശുവിനെ മേടിച്ചു. പശുവിനെ മേടിച്ചിട്ട് ഇദ്ദേഹം വളരെ കെയർ ചെയ്തു തുടങ്ങി പശുവിനെ. അപ്പൊ എന്തോ സുമേഷ് എന്ന് പറയുന്ന ഒരുത്തൻ ചെന്ന് ഈ ഇതിനെ പീഡിപ്പിക്കുന്നുണ്ട്. ഇവൻ പീഡിപ്പിച്ചാണ് ഈ പശുവിന് പ്രശ്നം ഉണ്ടാകുന്നത്. ചിതറയിലാണ്. അവനെ പിടിച്ചോണ്ട് പോയ രംഗം കണ്ടിട്ടുണ്ടോ? അവനെ വായൊക്കെ വീടിനകത്ത് കയറിയിരുന്നു. അവനെ വായൊക്കെ കെട്ടി കൈയൊക്കെ കെട്ടിയിട്ടാ പോലീസ് എടുത്തുകൊണ്ട് കൊണ്ടുപോയത്. ഭയങ്കര അക്രമമാക്കിയ. ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ഒരുപാട് വാർത്തകൾ. അതാണ് ഈ ആളുകളെല്ലാം ഈ കൊല്ലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റു ജില്ലകളിലും ഉണ്ട്. പക്ഷേ ഇതൊരു പ്രത്യേക സ്വഭാവമുള്ള ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നതുകൊണ്ടാണ് ഇത്തിരി കൂടുതലാണ്. നമ്മളെ നിസ്സാരം തോന്നുന്ന കാര്യങ്ങളാണ് അതിനുവേണ്ടി വഴക്കുണ്ടാക്കുക. ഈ പറയുന്ന പശുവിന്റെ കാര്യമൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ വേറെ സ്ഥലങ്ങളിലും കേട്ടിട്ടുള്ള വാർത്തകളാണ്. പക്ഷെ ഇങ്ങനെയുള്ളത് അധികം ഇങ്ങനെ
വേറെങ്ങും കേൾക്കാറില്ല. ഷവർമ്മയ്ക്ക് വേണ്ടി അടി, ലേസിന് വേണ്ടി അടി, പപ്പടത്തിന് വേണ്ടി അടി, പിന്നെ ഇതിനു വേണ്ടി അടി, പിന്നെ എന്താ കപ്പലണ്ടിക്ക് വേണ്ടി അടി. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക്, ചെറിയ കാര്യങ്ങൾക്ക് പ്രകോപിതരാകുക. ഒരു കാര്യമില്ലാതെ ഈ കപ്പലണ്ടി അടിയിലൊന്നും ആ കപ്പലണ്ടിക്കാരനും മറ്റവരും തമ്മിലുള്ള പ്രശ്നമാണ്. അത് നാട്ടുകാർ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും അടി. നാട്ടുകാർ മൊത്തം അങ്ങേയറ്റം ഇങ്ങേയറ്റം. ബീച്ച് അറിയാമോ? കൊല്ലം ബീച്ച് അങ്ങേയറ്റം ഇങ്ങേയറ്റം കിടക്കുകയാണ്. നമ്മളൊരു സ്ഥിര സങ്കേതമായിരുന്നു. എന്തോ പോയിട്ടുണ്ടോ തോന്നുന്നില്ല. അല്ല, അങ്ങനല്ല, നമ്മൾ ഉല്ലസിക്കാൻ വേണ്ടി നമ്മുടെ നാട്, നമ്മുടെ കടൽ. ഞാൻ മിക്കവാറും എല്ലാ ആഴ്ചയും പോകുമായിരുന്നു. പോയി നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പോയിരിക്കും. ചർച്ചയാ അവിടെ ചെന്നിരുന്നു. ഈ സിനിമ, സാഹിത്യം, അങ്ങനെയൊക്കെ. നല്ല സ്ഥലമാണ്, നല്ല സ്ഥലമാണ് പോയിരിക്കാൻ ഭയങ്കര. പക്ഷെ കടലിൽ ഇറങ്ങരുത്. ഈ നമ്മുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപകടകരമായ ഒരു ബീച്ചാണ് കൊല്ലം ബീച്ച്. അതെ അതെ, ഏറ്റവും കൂടുതൽ ഡേഞ്ചറാണ്. തൊട്ടടുത്തൂടെ കപ്പൽശാല പോകുന്നത്. കാലൊന്ന് വെച്ച് കഴിഞ്ഞാല് അതെ അതെ, നമ്മൾ നേരെ ആഴത്തിലേക്ക് കിണറി വീഴുന്ന പോലെ വീഴുന്നത്. ഇപ്പൊ അടുത്തിടയ്ക്കും ഒരു കുട്ടി മരിച്ചു, കാല് നനയ്ക്കാൻ ചെന്ന് വലിച്ചുകൊണ്ട് അങ്ങ് പോയി. അതിന്റെ സൗന്ദര്യം കണ്ട് തിരിച്ചു പോരാ. കടലിലൊന്നും ഇറങ്ങാൻ പോലും നനയ്ക്കാൻ പോലും. എന്തായാലും അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ശരി, അവനെ മറ്റവനെ കൂടെ കിട്ടട്ടെ. അപ്പം അവന്റെ കാര്യം കൂടെ നമുക്ക് പറയാം. പറയാം. ശരി.